നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിലുണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല, പക്ഷേ ചിലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷവരെ അറിയിക്കുകയാണ്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നേരത്തെ ഭരിച്ച UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിൽ അന്ന് ഓഫീസും പൂട്ടി പോയതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായി. 100-200 കോടിയല്ല, 5580 കോടി. അത്തരമൊരു തീരുമാനം LDF സർക്കാർ അന്ന് കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത ഇന്ന് ഉള്ളതുപോലെ യാഥാർത്ഥ്യമാകില്ല. 600ഓളം കിലോമീറ്റർ വരുന്ന ദേശീയപാത 66 450ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധതകളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തീരദേശപാത കേരളത്തിലെ 9 ജില്ലകളിലൂടെ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ 600ഓളം കിലോമീറ്ററാണ്. ഓരോ 50 കിലോമീറ്ററും ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകൾ, ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യം. 3 റീച്ച് പൂർത്തിയായി. മുനമ്പം പാലം പ്രവൃത്തി ഇപ്പോൾ നടക്കുകയാണ്. അതുപോലെ തുരങ്കപാത, കേരളം സ്വന്തമായി ഒരു തുരങ്കപാതയുടെ പ്രവർത്തനം നടത്തുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് എത്താൻ 3-4 മണിക്കൂറാണ്. ചുരം ബ്ലോക്കാകുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ വീതി കൂട്ടുന്നതിന് പരിമിതിയുമുണ്ട്. അതാണ് ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്ന തുരങ്കപാത. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇത് വലിയ മാറ്റമാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവൃത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100അല്ല, ഇപ്പോൾ അത് 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, ബി പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. ലെവൽ ക്രോസുകൾ നമ്മുടെ നാട്ടിൽ യാത്രക്കാരുടെ സമയം ഒരുപാട് കവർന്നെടുക്കാറുണ്ട്. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി, അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റമുണ്ടായി. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായ ഒരു കാലമാണിത്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി
ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും സാധ്യമാവുകയാണ്. നഗര റോഡ് വികസന പദ്ധതി ലോകം തന്നെ അംഗീകരിക്കുന്ന നിലയിലായി മാറി. നമ്മുടെ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്റ്റ് സംവിധാനം സുതാര്യത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മുമ്പാകെ ഇതിൻ്റെ കാലാവധിയും ആ കാലാവധിക്കുള്ളിൽ എന്ത് പറ്റിയാലും കരാറുകാർ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരലുമൊക്കെ പച്ച നീല ബോർഡുകൾ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ കേരളത്തിൽ സ്ഥിരമായി കഴിഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖല എടുത്ത് പരിശോധിച്ചാൽ പൊതുവേ നമ്മൾ പറയുന്നതാണ്, സർക്കാർ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ടെൻഡറാണ്. ഒന്ന് സിവിൽ കെട്ടിട നിർമ്മാണം കഴിഞ്ഞാൽ സിവിൽ ടെൻഡർ കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ടെൻഡറിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ കുത്തിപ്പൊളിക്കുക. എത്രയെത്ര കെട്ടിടങ്ങൾ അങ്ങനെ കുത്തിപ്പൊളിക്കുന്നു ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായി. ഇപ്പോൾ 2 ടെൻഡറും കൂടി ഒന്നാക്കി കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കിയതിന് ശേഷം ഈ കുത്തിപ്പൊളിക്കൽ ഇല്ലാതായി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. 2021 നവംബർ 1 കേരള പിറവി ദിനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഈ 4-4.5 വർഷത്തിനിടയിൽ 32 കോടിയിലധികം വരുമാനം ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ ലഭിച്ചു. 400-500 രൂപയ്ക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു. റെസ്റ്റ് ഹൗസുകൾ നവീകരിച്ച് പുതിയത് നിർമ്മിച്ചു. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു കുതിപ്പ് നമുക്കുണ്ടാക്കാനായി. ഇങ്ങനെ കെട്ടിട മേഖലയിലും നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. കിഫ്ബി വഹിച്ച പങ്ക് നമ്മളിതിൽ എടുത്തു പറയണം. കിഫ്ബി വലിയ നിലയിലേക്ക് ഫണ്ട് പശ്ചാത്തല വികസനത്തിന് ചെലവഴിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണ്ടതുണ്ട്. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. റോഡുകളും പാലങ്ങളും ഏറ്റവും മികച്ചതാക്കാൻ മറ്റാരുണ്ട്? LDF അല്ല.